ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്കിലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കറിയാം നിങ്ങളെല്ലാവരും എൻ്റെ ഇന്നത്തെ വീക്കിലി അനാലിസിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. കാരണം ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പോൾ സംശയാസ്പദമായ രീതിയിൽ പല കാര്യങ്ങളും നമ്മൾ കണ്ടു, അല്ലേ? പല സംശയങ്ങൾ നമ്മൾക്കുണ്ടായി. അപ്പം എനിക്ക് മനസ്സിലായി സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു ഈ കാര്യങ്ങളെല്ലാം ഞാൻ നമ്മുടെ വീക്കിലി അനാലിസിൽ ഞാനത് ക്ലിയർ ചെയ്ത് തരാം, വെരി ക്ലിയർ ആയിട്ട് അത് പറഞ്ഞു തരാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു പക്ഷെങ്കിൽ ചിലപ്പം ഈ വീഡിയോയുടെ നീളം ഇച്ചിരി നീണ്ടുപോകും. എങ്കിലും നിങ്ങൾക്കൊരു കാര്യം പഠിക്കുക. ഇനിയിപ്പോൾ ഇതുപോലൊരു സിനാരിയോ ഇനിയും അടുത്ത മറ്റൊരു പ്രാവശ്യം മാർക്കറ്റിൽ ഉണ്ടാകുമ്പം നിങ്ങളത് മനസ്സിലാക്കണം. ഓക്കെ, അതെങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അതിനുവേണ്ടിയാണ് ഈ പറയുന്നത്. അപ്പം നമുക്ക് വീക്കിലി അനാലിസിൽ വരുന്നതിന് മുന്നേ കഴിഞ്ഞ വെള്ളിയാഴ്ച എന്താണ് സംഭവിച്ചത്? അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ ഇടയ്ക്ക് ഒരു ലൈവ് മാർക്കറ്റിൽ ഞാനൊരു അപ്ഡേറ്റ് തന്നിരുന്നു. അവിടെ ഞാൻ പറഞ്ഞിരുന്നില്ലേ, നമ്മൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കാത്തിരുന്ന ഒരു ഷോർട്ട് കവറിങ് റാലി ഇവിടെ നടന്നു. ഞാൻ ഇവിടുന്ന് കൃത്യമായിട്ട് ഇവിടെ എഴുതിയും വെച്ചു ഇവിടുന്ന് ആരോ ഇട്ട് തന്നു, ഇതിന് മുകളിലോട്ട് മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് കവറിങ് റാലി നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പിന്നെ ആവർത്തന വിരസത ഉണ്ടാക്കുന്നില്ല. ഇവിടുന്ന് മാർക്കറ്റ് വന്ന് റീടെസ്റ്റ് എടുത്തു, മേളിൽ പോയി, നമ്മുടെ ഈ ലൈൻ ഇവിടെ വന്ന് റീടെസ്റ്റ് എടുത്ത് മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോയി, ഇല്ലേ? മുകളിലോട്ട് പോയി. പിന്നെ ഇവിടെ വന്നപ്പം ഇവിടെ വെച്ചാണ് ഞാൻ ലൈവ് അപ്ഡേറ്റ് തന്നത്, ഈ ഏരിയയിൽ വന്നപ്പോൾ, ഇല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഇങ്ങനെ ഒരു ഫോള് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഫോള് ഇവിടം വരെ കിട്ടി. നമ്മൾ വരച്ച കറക്റ്റ് അതേ ലൈനിൽ തന്നെ വന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് വീണ്ടും തിരിച്ചു പോയി വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. വീണ്ടും ഒരു താഴോട്ടൊരു ഒരു ഫ്ലാഗ് ആൻഡ് പോള്, ഇല്ലേ? ഫ്ലാഗ് ആൻഡ് പോൾ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് പിന്നെ മേലോട്ട് പോയി. അപ്പം ഇവിടെ എത്തിയപ്പം ഞാൻ നിങ്ങളോട് ഒരു മിനിറ്റ് വലുതാക്കാം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, അത് പറഞ്ഞുതരാം. ഇവിടെ മാർക്കറ്റ് വീണ്ടും ഇവിടുന്ന് റിവേഴ്സ്, ഇവിടെ ഒരു ഫോള് കിട്ടി. അതിനുശേഷം പിന്നെ മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ചെയ്തു, ഇല്ലേ? റിവേഴ്സ് ചെയ്ത് ഇവിടെ ഒരു എൻഗൾഫിങ് മാതിരി റിവേഴ്സ് ചെയ്ത് മാർക്കറ്റ് വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് വീണ്ടും ഒരു സെല്ലിങ് വന്നു. അപ്പോൾ ഈ സെല്ലിങ് വന്നപ്പം ഞാൻ പറഞ്ഞു മാർക്കറ്റ് ഇവിടെ വരെ എത്തിയപ്പം ഞാൻ പറഞ്ഞു മാർക്കറ്റ് ഒരു പക്ഷെങ്കിൽ ഇവിടുന്ന് വീഴാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ വെരി ക്ലിയർ ആയിട്ട് ഞാൻ ഗ്രൂപ്പിലങ്ങ് പറഞ്ഞു. സത്യമായ കാര്യമാണ്. ഇവിടുന്ന് മാർക്കറ്റ് പൊട്ടും, ഇവിടുന്ന് നമ്മൾ ഒരു ഫോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ ഞാൻ പറഞ്ഞു, അല്ലേ? ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളതിൻ്റെ ആധാരമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഫോൾ ഉണ്ടാകും എന്ന് പറഞ്ഞു. ഓക്കെ, അതിൻ്റെ ഘടകത്തിലേക്ക് നമുക്ക് വരാം. ഓക്കെ, എന്തുകൊണ്ടാണ് ഞാനിവിടെ ഫോൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇതിനെ നമുക്ക് 2 വിൻഡോ ആക്കാം. ഓക്കെ, 2 വിൻഡോ ആക്കാം. ഇതിങ്ങനെ നിൽക്കട്ടെ. നമുക്കിവിടെ ഈ വിൻഡോ നിങ്ങൾക്ക് കിട്ടത്തില്ല കേട്ടോ, ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടത്തില്ല. ഇത് പ്രീമിയം വെർഷൻ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് ഡൗ ജോൺസിൻ്റെ ഫ്യൂച്ചർ കൊണ്ടുവരാം. ഞാൻ എന്തുകൊണ്ടാണ് ഇത് വീഴും എന്ന് പറഞ്ഞത്, നമുക്ക് സമയം കൂടെ നോക്കാം. ചുമ്മാ പറയാൻ പറ്റത്തില്ല, എല്ലാത്തിനും നമുക്കൊരു അടിസ്ഥാനം വേണ്ടേ. നമ്മുടെ സമയം എപ്പോഴാണ് ഇതല്ലേ സമയം. ആയിക്കോട്ടെ, ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്തോട്ടെ. പറയുന്നതിന് മുന്നേ ആൾക്കാർ നോക്കിയിരിക്കുക. 21 എത്ര തീയതി? 21. ഇന്നത്തേത് കഴിഞ്ഞു. 20-ാം തീയതി. ഓക്കെ, 3 മണി. ഇത് ഡൗ ജോൺസ് അല്ലല്ലോ, ഡൗ ജോൺസ് തന്നെ. ഒരു മിനിറ്റ്, ഞാനൊന്ന് നോക്കിക്കോട്ടെ. ഒരു സെക്കൻഡ്. ഇതൊന്ന് ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. എന്തുകൊണ്ട് ഞാനൊരു ഫോള് പറഞ്ഞു? 21, 20. ഇത് തന്നെ. ഇത് എത്രയായി? 2.5. ഓക്കെ, ഇതാണ് സംഭവം. ഞാനിവിടെ ഓൾറെഡി വരച്ചും വെച്ചിട്ടുണ്ട്. ഇവിടെ US ഫ്യൂച്ചർ ഇവിടെ വെച്ചാണ് സംഭവം. അപ്പം നമുക്കിനി ഓക്കെ,
ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ സംഭവം ഇത് സമയം എത്ര മണിയാണ് ഇവിടെ, ഇത് ഇപ്പം ഈ പോയിന്റ് നോക്കിക്കോ. നിങ്ങൾ ഞാൻ പറയാൻ പോകുന്ന പോയിന്റ് നിങ്ങൾ ഇവിടെ നോക്കിക്കോണം. ഇത് എത്ര മണിയാണ്? ഇവിടെ ഏകദേശം 2 മണി. ഓക്കെ, ഇവിടെ ഇത് ഏകദേശം 1:20. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇത് ഏകദേശം 1:20, 1:30 സമയമാണ് ഇവിടെ. ഇവിടെയൊക്കെ നമ്മുടെ ഉച്ചയ്ക്ക് 1:30 സമയമാണ് ഇവിടെ. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ എത്രയാണ്? ഏകദേശം ഉച്ചയ്ക്ക് 1:30. ഇവിടെയാണ് ഏകദേശം 1:30. ഓക്കെ, ഇതിന് ശേഷം ഡൗ ജോൺസ് ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ 1:30 ശേഷം ഇവിടെ നല്ലൊരു ഫോള് തന്നു. ഏകദേശം 150 പോയിൻറ്റിൻ്റെ 160, 200-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 200 ഇത് ഇപ്പോൾ 250 പോയിൻറ്റിൻ്റെ ഒരു ഫോള് നമുക്ക് ഡൗ ഫ്യൂച്ചർ തന്നു. ഓക്കെ, അമേരിക്കൻ ഫ്യൂച്ചർ നമുക്കൊരു 150 പോയിൻറ്റിൻ്റെ ഫോൾ നമുക്കിവിടെ കിട്ടി. അപ്പം അത്രയും നേരം ഈ ഫോളൊക്കെയാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നുള്ള റിക്കവറിയാണ് നിങ്ങൾ ഈ കാണുന്നത്. അതായത് ഗ്ലോബലി എന്ത് സംഭവിക്കുന്നോ അതുപോലെ തന്നെയാണ് നമ്മുടെ മാർക്കറ്റ്. കാരണം നമ്മുടെ മാർക്കറ്റ് വേറെ പ്രൈവറ്റ് ക്യൂസോ ലോക്കൽ ക്യൂസോ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് നീങ്ങുന്നത്, എല്ലാ ഗ്ലോബൽ മാർക്കറ്റും മുമ്പോട്ട് നീങ്ങുന്നത്, എല്ലാ മാർക്കറ്റും മുമ്പോട്ട് നീങ്ങുന്നത് ഈ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കൻ മാർക്കറ്റിനെ അല്ല അതിൻ്റെ ഫ്യൂച്ചറിനെ നോക്കിയാണ് ബാക്കി എല്ലാ ഓൾമോസ്റ്റ് മാർക്കറ്റും മുമ്പോട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾ സമയമുള്ളപ്പം ഇതിൻ്റെ കൂടെ ഞാൻ പറയുന്നില്ല, നിങ്ങൾ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ US ഫ്യൂച്ചറിൻ്റെ ചാർട്ടും നമ്മുടെ ഈ നിഫ്റ്റിയുടെ ചാർട്ടും എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ നിഫ്റ്റിയുടെ US ഫ്യൂച്ചറിൻ്റെ ചാർട്ട് എങ്ങനെയാണോ പോകുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ നിഫ്റ്റിയുടെ ഫ്യൂച്ചറും പോകുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇവിടെ ഇതുപോലൊരു ഫോള് കിട്ടി. 1:30 ആയപ്പോൾ ഇവിടെ ഒരു ഫോള് കിട്ടി. അപ്പോൾ ഈ ഒരു ഫോൾ എന്ത് ചെയ്യണം? നമ്മുടെ നിഫ്റ്റിയിലും വരണം. പക്ഷെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഓക്കെ, ഈ ഒരു ഫോള് വന്നു. ഇതിന് 1:30 ഈ ഒരു ഫോളിന് തുല്യമായിട്ടുള്ളൊരു ഫോള് നമുക്ക് ഇവിടെ കിട്ടിയില്ല. മനസ്സിലായി? ചെറിയൊരു ഫോൾ, ഇത്രയും 150 പോയിൻറ്റിൻ്റെ ഫോള് കിട്ടിയിട്ട് നമുക്ക് ഇവിടെ കിട്ടിയത് എത്രയാണ്? ഇവിടെയാണെങ്കിൽ ഒരു 10, 20, 25 ഫോളേ കിട്ടിയുള്ളൂ. അപ്പോൾ ഇത് കൺസെപ്റ്റ് കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാർക്കറ്റ് ഒരു പക്ഷെങ്കിൽ താഴോട്ട് വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത്. പക്ഷേ അതിനുശേഷം മാർക്കറ്റ് ഭയങ്കരമായിട്ടൊരു ബൂം നടത്തി മാർക്കറ്റ് എന്ത് ചെയ്തു? മുകളിലോട്ട് പോയി. ഇവിടുന്ന് 25,041 ഇത് ഏകദേശം 25,140 100 പോയിൻറ്റിൻ്റെ ഹൈ. ഇവിടുന്ന് 100 പോയിൻറ്റ് മാർക്കറ്റും ഇത് സ്പോട്ട് ചാർട്ടാണ്. 100 പോയിൻറ്റ് ഇവിടുന്ന് മേലോട്ട് സഞ്ചരിച്ചു. നമുക്ക് അതിൻ്റെ സമയം ഒന്ന് നോക്കാം. എപ്പോഴാണ് സമയം സംഭവിച്ചത്? എപ്പോഴാണ് ഈ ബൂം ഉണ്ടായത്? എപ്പോഴാണ്? ഏകദേശം കറക്റ്റ് 3 മണിക്ക്. ഇവിടെ 3 മണിക്ക് എവിടെ നിൽക്കുന്നത് മാർക്കറ്റ്? ഇതാ കണ്ടോ, മാർക്കറ്റ് 3 മണിക്ക് നിൽക്കുന്നത്. 3 മണിക്ക് ഫ്യൂച്ചർ നിൽക്കുന്നത്, ഡൗ ജോൺസിൻ്റെ ഫ്യൂച്ചർ നിൽക്കുന്നത് ഇവിടെയാണ്. അതായത് ലോവറിലാണ്. അങ്ങനെ വലിയ ഇതൊന്നും ഉണ്ടായിട്ടില്ല ഇല്ലേ? പക്ഷേ 3 മണിക്ക് നമ്മുടെ അണ്ണന്മാരെന്ത് ചെയ്തു? നേരെ ഇത് ക്ലിയർ ആയിട്ടൊരു ഓപ്പറേറ്റർ പ്ലേ ആണ്. ഇനി ഈ ഓപ്പറേറ്റർ പ്ലേ ആണെന്ന് പറയാനുള്ളതിൻ്റെ അടിസ്ഥാന കാര്യം, ഇതിനെ ഊട്ടി ഉറപ്പിക്കുന്ന അല്ലെ ഇതിനെ ബലപ്പെടുത്തുന്ന, ഇത് ഓപ്പറേറ്റർ പ്ലേ ആണെന്ന് ബലപ്പെടുത്തുന്ന വേറൊരു സംഗതികളുണ്ട്. അതുകൂടെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടുത്തെ ഈ കാര്യം കഴിഞ്ഞു. അപ്പം ഡൗ ഫ്യൂച്ചർ വീണം, ബാക്കിയെല്ലാം അന്നേരം വരെയും ഡൗ ഫ്യൂച്ചറിനെ പിന്തുടർന്നാണ് നമ്മുടെ മാർക്കറ്റ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ കണ്ടോ, ഈ ഫോളാണ് ഈ ഫോൾ കാണുന്നത്. ഈ റിക്കവറിയാണ് നിങ്ങൾ ഈ റിക്കവറിയായിട്ട് കാണുന്നത്. മനസ്സിലായില്ലേ? പക്ഷേങ്കിൽ ഈ ഫോൾ എന്തുകൊണ്ട് ഇവിടെ കിട്ടിയില്ല എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അതിനുശേഷം നമുക്ക് നോക്കാം. ഇത് 3:30 ശേഷമുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇവിടം വരെ ഉള്ളൂ നമുക്ക് നമുക്ക് സംഭവം. ബാക്കിയെല്ലാം 3:30 കഴിഞ്ഞുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ സംഭവിച്ചത്? നമുക്കിനിയിപ്പോൾ ഡൗ ജോൺസിൻ്റെ കാര്യം കഴിഞ്ഞു. നമുക്കിനി അടുത്ത് നമുക്കെന്ത് നോക്കാം? നമുക്ക് ഫ്യൂച്ചർ നോക്കാം. ഫ്യൂച്ചർ ചാർട്ട് ഇതാണ് നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൻ്റെ ചാർട്ട്. ഈ കാണുന്നതാണ് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ട്. ഇവിടെ എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ കാണുന്ന ശ്രദ്ധിച്ച് ഈ കാണുന്ന റിക്കവറിയാണ് നിങ്ങൾ ഈ കാണുന്ന റിക്കവറിയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ഇല്ലേ? അതുപോലെ തന്നെ റിക്കവറി ഇവിടം വരെ കറക്റ്റാണ്. ഈ പോയിന്റ് വരെ വെരി കറക്റ്റാണ്. അതാണ് ഞാൻ ഇവിടെ വരച്ചിട്ടേക്കുന്നത്. കണ്ടോ, 2 പോയിൻറ്റും ഈ 25,131 ഫ്യൂച്ചറിൻ്റെ ഈ പോയിൻറ്റും വെരി ക്ലിയറാണ് അല്ലേ? ഇവിടം വരെ നമ്മുടെ സംഗതികളെല്ലാം നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ വെരി ക്ലിയറാണ്.
ഓക്കെ, നമുക്കിനി ഇതിനുള്ള ശേഷമുള്ള 3 മണിക്ക് ശേഷം ഒരു 1:30ക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ ഇതുപോലെ തന്നെ ഇവിടെ കൺസോളിഡേഷൻ പോലെ ചെറിയൊരു ഫോള് വന്നു, ഇങ്ങോട്ട് വീഴണമായിരുന്നു, വീണില്ല. ഇവിടെ ഫ്യൂച്ചർ അതുപോലെ തന്നെ. ഓക്കെ, ഫ്യൂച്ചർ അതുപോലെ തന്നെ. ഇനി നിങ്ങൾ നോക്കിക്കേ, ഇനി നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ, ഇവിടെ ഈ ക്യാൻഡിൽ ഇതാ, ഇപ്പോൾ സമയം എത്രയായി എല്ലാം വളരെ ക്ലിയറായിട്ട് നിങ്ങൾ നോക്കണം. ഇവിടെ എത്രയായി? 15:05, 15:05, 15 മണി, ഇത് 3 മണി 3:05 സമയമാണിത്. ഇവിടെ നോക്കുക, 3:05, 3 മണി 3:05 ഇല്ലേ? 3 മണി 3:05 എന്ന് പറയുന്നത് 3:05 എന്ന് പറയുന്നത് ഇവിടെയാണ് ഇല്ലേ? ഒരു 75-80 പോയിൻറ്റിൻ്റെ ഹൈ, രണ്ട് ക്യാൻഡിലേൽ ഒരു 80 പോയിൻറ്റിൻ്റെ ഹൈ ഇവിടെ ഉണ്ടായി. ഇവിടോ ഈ സാധനം അനങ്ങിയിട്ടില്ല. മനസ്സിലായോ പറഞ്ഞേ? നമ്മുടെ കയ്യിലിരിക്കുന്ന പ്രീമിയം എപ്പോഴും മൂവ് ചെയ്യുന്നത് ഫ്യൂച്ചറിൻ്റെ മൂവിനെ അനുസരിച്ചാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന പ്രീമിയം അപ്രീഷിയേറ്റ് ചെയ്യുകയോ ഡിപ്രീഷിയേറ്റ് ചെയ്യുകയോ ചെയ്യുന്നത്. മനസ്സിലായോ? അല്ലാതെ സ്പോട്ട് ചാർട്ടിനെ അടിസ്ഥാനമാക്കിയല്ല നമ്മുടെ കയ്യിലിരിക്കുന്ന പ്രീമിയം അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നത്, എപ്പോഴും ഫ്യൂച്ചറിനെ അടിസ്ഥാനമാക്കിയാണ്. പക്ഷേങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഇതിന് ശേഷം ഈ 3 മണിക്ക് ശേഷം ഈ ഇപ്പോൾ സമയത്തായി 3 മണി, ഇത് 3 മണിയല്ലേ? ഈ 3 മണിക്ക് ശേഷം 3 മണിക്ക് നിങ്ങൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പൈസ പോലും പ്രയോജനം ഉണ്ടായി കാണത്തില്ല. പലരും എന്നെ ഫോൺ വിളിച്ച്, പലരും എനിക്ക് മെസ്സേജ്, സാർ പറഞ്ഞ കറക്റ്റാണ്, എടുത്തവർക്ക് യാതൊരു പ്രയോജനം ഉണ്ടായില്ല. അതേസമയം എടുത്തവർക്ക് മാർക്കറ്റ് മേലോട്ട് പോയിട്ടും അവരുടെ പ്രീമിയം കൂടി വരുന്നു. സാധാരണ ഇത് മാർക്കറ്റ് മേലോട്ട് പോകുമ്പോൾ സംഭവിക്കണ്ടേ? വെട്ടിയിട്ട വാഴ പോലെ തിരിച്ച് ഇത്രയൊക്കെ പോകുമ്പോൾ ഇത് കൊലയോടെ നമ്മുടെ ഒക്കെ കത്തിപ്പോകേണ്ടതാണ് ഇല്ലേ? പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല. അവിടെ നമ്മളെടുത്ത എന്ത് ചെയ്തു? പ്രീമിയം അപ്രീസിയേഷൻ കിട്ടി നമുക്ക്. അപ്പോൾ അതെന്തൊരു കളിയാ? അതെന്താ? അപ്പോൾ എല്ലാവരും ചോദിച്ചു, അയ്യോ ചേട്ടാ, ഞാനും എടുത്തു 24,500 ഒരു എടുത്തു ചേർന്ന് 30 രൂപയ്ക്ക്. ഇവിടെ ഞാൻ 25 ഒരു 30 രൂപ 35 രൂപയ്ക്ക് ഞാൻ എടുത്തത്. ഈ മാർക്കറ്റ് ഇവിടെ വന്നപ്പം ഇത് 33 രൂപയായി. 33 രൂപയായി. ഇവിടെ 30 രൂപയ്ക്ക് എടുത്ത സാധനം ഇവിടെ 33 രൂപയായി. മാർക്കറ്റ് ഇത്രയും കയറി. ഇത് ആണെന്ന് ആലോചിക്കണം. ഈ പറയുന്ന സിഇക്കാർക്കും ഈ പറയുന്ന പോലെ വലിയ ഒരു അപ്രീസിയേഷൻ കിട്ടിയില്ല. ചിലർ പറഞ്ഞു, സാർ ഞങ്ങൾക്ക് സിഇക്ക് ചെറിയ അപ്രീസിയേഷൻ കിട്ടി. അതെങ്ങനെയാണെന്ന് അറിയാമോ? അത് ഞാൻ കാണിച്ചു തരാം. അത് പറയും, ഇതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ഇവിടെ സിഇക്കാർക്കും പിഇക്കാർക്കും ഒരുപോലെ അപ്രീസിയേഷൻ കിട്ടാൻ കാര്യം എന്ന്. ഇപ്പം നിങ്ങൾ വിചാരിച്ചാണ് ഇത് ഇങ്ങനെ മാർക്കറ്റ് ഇത്ര മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്ര സിയിൽ ഇത്ര ഇത് കിട്ടിയെന്ന് നിങ്ങൾ വിചാരിച്ചു കാണും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിഇക്കാരുടെ വെട്ടിപ്പോകണ്ടേ, തല വെട്ടിപ്പോകണ്ടേ? പോയില്ലല്ലോ. അവർക്കും എന്ത് ചെയ്തു? അവർക്കും കിട്ടി. അവർക്കും 4, 5, 6 പോയിന്റ് കിട്ടി. നിങ്ങൾ ഞാൻ ഈ പറയുന്നത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ ഈ കമൻറ്റിനകത്ത് നിങ്ങൾ രേഖപ്പെടുത്തണം. ഓക്കെ, നിങ്ങൾക്കുണ്ടായ അനുഭവം നിങ്ങൾ രേഖപ്പെടുത്തുക. ഇതിങ്ങനെ ആണ് ഓരോ കാര്യം. അപ്പം ഇവിടെ എന്ത് സംഭവിച്ചാൽ ഇവിടെ ഫ്യൂച്ചർ 25, 132 വിട്ടിട്ട് ഈ വരച്ച ലൈൻ വിട്ടിട്ട് ഒരു നെല്ലട പോലും മുന്നോട്ട് പോയിട്ടില്ല. നമ്മുടെ ലൈനാണ് ഇവിടുത്തെ ഈ ലൈനാണ് ഈ കാണുന്നത്. മനസ്സിലായല്ലോ? ഈ ലൈനോ ഇവിടെ എന്താ സംഭവിച്ചത്? ഇത് വെട്ടി പൂക്കുറ്റി പോലെ ഇവിടുന്ന് മേലോട്ട് പോയി. അവസാനം മാർക്കറ്റ് തിരിച്ച് ഇവിടെ വന്ന് ക്ലോസ് ചെയ്തു. അത് പോട്ടെ, ഇത് നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിഷയം ഇത്രയും മാർക്കറ്റ് പൊങ്ങിയിട്ടും ഇത്രയും കയറിയിട്ടും 100 പോയിന്റ് കയറിയിട്ടും എന്തുകൊണ്ട് അപ്രീസിയേഷൻ സിഇക്കകത്തിൽ ഉണ്ടായില്ല, പിഇക്കകത്തിലും അപ്രീസിയേഷൻ ഉണ്ടായില്ല, അല്ലെങ്കിൽ ചെറിയ ബെനിഫിറ്റ് പിഇക്ക് എന്തുകൊണ്ട് കിട്ടി എന്നുള്ളതാണ്. അപ്പം നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു കാര്യം ആലോചിച്ചോണം. ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ് വരുമ്പം ഫ്യൂച്ചറും കൂടെ നമ്മൾ നോക്കിക്കോണം. ഫ്യൂച്ചറിൽ എന്തെങ്കിലും മൂവ്മെൻറ്റ് നടക്കുന്നുണ്ടോ? ഇവിടെ നമ്മൾ കറക്റ്റ് ഫ്യൂച്ചർ ഞാൻ നോക്കിക്കൊണ്ടാണ് കറക്റ്റ് കാര്യം നമുക്ക് മനസ്സിലായത്. ഇത് വെറും ഇൻവാലിഡ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാർക്കറ്റ്, ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞു മാർക്കറ്റ് നമുക്ക് തിരിച്ചു വരുമോ ഇല്ലയോ നോക്കാം എന്ന് ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞു. കാര്യം എന്താ? ഈ ഒരൊറ്റ സംഗതി കൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാർക്കറ്റ് തിരിച്ചു വരും, തിരിച്ച് താഴെ ഇറങ്ങും എന്ന് ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ കാര്യം ഈ ഒരൊറ്റ സംഗതി കണ്ടുകൊണ്ടാണ്. മനസ്സിലായില്ലേ? ഇപ്പോഴും ക്ലോസ് ചെയ്ത് 25.98 ക്ലോസ് ചെയ്തേക്കുന്നത് ഇല്ലേ? ഏകദേശം ഇനി ഒരാഴ്ച കൊണ്ട് നമ്മുടെ കോൺട്രാക്റ്റ് തീരാണ്. അപ്പം എപ്പോഴും ഫ്യൂച്ചർ മുകളിൽ വേണം ക്ലോസ് ചെയ്യാൻ അല്ലേ? അതേസമയം ഫ്യൂച്ചർ താഴെ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും. എപ്പോഴും സ്പോട്ടിന് താഴെ ഫ്യൂച്ചർ പോയാൽ മനസ്സിലായിക്കണം, സ്പോട്ട് പ്രൈസിന് താഴെ ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതൊരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് മാർക്കറ്റ് ആയിരിക്കും. ഏത് നിമിഷവും മാർക്കറ്റ് പൊട്ടി താഴോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കണം. ഇതൊക്കെ നിങ്ങൾക്കൊരു പുതിയ അറിവായിരിക്കും ബിഗിനേഴ്സിന്. ഓക്കെ, ഇത് നിങ്ങൾ പഠിച്ചിരിക്കുക, മനസ്സിലാക്കിയിരിക്കുക എന്താ സംഭവിക്കുന്നത് മാർക്കറ്റ്. അല്ല നിങ്ങൾ ഈ പറയുന്ന ഈ ഒരു സ്പോട്ട് ചാർട്ട് മാത്രമല്ല മാർക്കറ്റിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മറ്റ് അനേക കാര്യങ്ങളുണ്ട്. ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു വരുന്നത്. ഓക്കെ, അപ്പം കാര്യം മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് മാർക്കറ്റ് അപ്പോൾ എന്ത് ചെയ്തു? മാർക്കറ്റ്
മാർക്കറ്റ് ഇവിടെ തന്നെ വന്ന് തിരിച്ച് ക്ലോസ് ചെയ്തു. ഇനി അടുത്ത കാര്യം പറയാം, എന്തുകൊണ്ട് ഇനി കുറച്ച് പേര് പറഞ്ഞു സാർ ഞങ്ങൾ സി എടുത്ത് ഞങ്ങൾക്ക് കുറച്ച് പോയിന്റ് കിട്ടി. അപ്പോൾ പിക്കാർ പറഞ്ഞു സാർ ഞങ്ങൾക്കും കിട്ടി, മാർക്കറ്റ് ഇത്രയും പോയിട്ട് ഞങ്ങൾക്കും പിയിൽ അപ്രീസിയേഷൻ കിട്ടി. എന്തുകൊണ്ടാണ് കിട്ടിയത്? ഇതാ നോക്കുക, അടുത്ത വില്ലൻ പറയാം, ഞാൻ പറഞ്ഞ ആരാണ്? ദാ വിക്സ്. ഇതാണ് വിക്സ്. ഇവിടെ ഇനിയിപ്പോൾ നമുക്ക് ഫ്യൂച്ചർ വേണ്ടല്ലോ, വിക്സിനെ നമുക്ക് വോട്ട് എടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മുടെ നിഫ്റ്റിയും വെക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, എന്തുകൊണ്ടാണ് അവിടെ നിങ്ങൾക്ക് അപ്രീസിയേഷൻ കിട്ടിയത്? ഇതാ ഇവിടെ നോക്കിക്കേ, സമയം എത്ര നോക്ക്, സമയം എത്രയാണ്? ഇതാ ഇത് 3 മണി, ഇത് 3 മണി, ഇതാണ് 3 മണി. ഓക്കെ, ഇവിടെ 3 മണിയാണ്. ഓക്കെ, നിങ്ങൾ നോക്കിക്കേ, അതിനുശേഷം ഈ ക്യാൻഡിൽ ഈ ഹൈ കണ്ടോ, ഇത്രയും ഇവിടുന്ന് ഇത്രയും വിക്സ് ഹൈ ആയി, മനസ്സിലായോ? ഇത്രയും വിക്സ് ഹൈ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് പിക്കാർക്കും സിക്കാർക്കും അപ്രീസിയേഷൻ നിങ്ങളുടെ പ്രീമിയത്തിനകത്ത് കിട്ടിയത്. മനസ്സിലായി? ക്ലോസ് ചെയ്തപ്പം ഏകദേശം നിങ്ങൾ പിക്കാരൊക്കെ മേടിച്ച പ്രൈസ് തന്നെ ആയി കാണും. അതായത് അവർ എത്ര പ്രൈസിനാണ് ബൈ പ്രൈസ് തന്നെ ആയി കാണും അവരുടെ ക്ലോസിങ് പ്രൈസ്. ഓക്കെ, അല്ല ഈ അപ്രീസിയേഷൻ ഉണ്ടായപ്പോൾ വിറ്റവർക്ക് പ്രോഫിറ്റ് കിട്ടി കാണും. സിക്കാർക്കും അതുപോലെ തന്നെ അവർക്ക് അവർ തെറ്റിദ്ധരിച്ച് എന്തുവാണ്, മാർക്കറ്റ് ഇത്രയും കയറിയുണ്ടാണ് ഞങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടായത്, സിയിൽ പ്രോഫിറ്റ് ഉണ്ടായത്. പക്ഷേ ആക്ച്വലി സി പ്രോഫിറ്റ് ഉണ്ടായത് നിങ്ങൾ ഈ സിയുടെ ഈ പോക്ക് കൊണ്ടല്ല കിട്ടിയത്. നിങ്ങൾക്ക് ഇവിടെ ഇത്രയും ഹൈ, ഇത്രയും ഏകദേശം 13.62 മുതൽ 13.81 വരെ, മനസ്സിലായില്ലേ? 0.2 പിന്നെ 0.2 ആണെങ്കിൽ വിക്സ് കൂടി, മനസ്സിലായി? ആ വിക്സ് കൂടിയതിൻ്റെ അപ്രീസിയേഷൻ ആണ്. ഒരു ചെറിയ വിക്സിൻ്റെ സ്പൈക്ക് പോലും നമ്മുടെ പ്രീമിയത്തിൽ വ്യത്യാസം ഉണ്ടാക്കും കേട്ടോ, നിങ്ങളത് മനസ്സിലാക്കിയിരിക്കണം. അപ്പം ഇത്രയും പ്രീമിയം 0.2 പ്രീമിയം കൂടിയപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കയ്യിലിരിക്കുന്ന പ്രീമിയത്തിനും അപ്രീസിയേഷൻ ഉണ്ടായി. അതാണ് ഇവിടെ സംഭവിച്ചത്. അല്ലാതെ ഈ മാർക്കറ്റ് ഇത്രയും മൂവ് ചെയ്തുകൊണ്ടല്ല നിങ്ങൾക്ക് അപ്രീസിയേഷൻ ഉണ്ടായെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യം ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും. ഓക്കെ, ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ആഴ്ചത്തെ മാർക്കറ്റിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ചത്തെ മാർക്കറ്റ് മുഴുവൻ അഴിച്ചു പറക്കിയിട്ട് നമുക്ക് ഒന്നുകൂടെ പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളുടെ ഇതെല്ലാം ചാർട്ടെല്ലാം കളയാം. നമുക്കൊന്നും വേണ്ട, ഒരു സാധനം വേണ്ട, എല്ലാം കളയാം, ഒന്നും നമുക്ക് വേണ്ട. ഓക്കെ, നമുക്ക് ആദ്യം ഡേ ക്യാൻഡിലോട്ട് പോകും. എന്താണ് സംഭവിച്ചത്? അപ്പം ഞാൻ പറഞ്ഞു, ചരിത്രം ആവർത്തിച്ചതുപോലെ തന്നെ മാർക്കറ്റ് എന്ത് സംഭവിച്ചു? എപ്പോഴൊക്കെ ഒരു ബുള്ളിഷ് സെറ്റപ്പ് വരുന്നുണ്ടോ അപ്പോഴൊക്കെ ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് മാർക്കറ്റിൽ ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞു. അതുപോലൊക്കെ തന്നെ സംഭവിച്ചു. ഓക്കെ, അതൊക്കെ നമ്മൾ പിന്നെയും പറഞ്ഞ കഥ ആവർത്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡേ വൈസ് വീക്കിലി ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി. ഞാനതൊന്നും നേരത്തെ നോക്കി വെച്ചിട്ടില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുക, ഇപ്പോഴാണ് നോക്കുന്നത്. ഓക്കെ, ഈ വീക്കിലി ഈ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും നിലവിൽ ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആണ് വീക്കിലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. വീക്കിലിയിൽ ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ഈ ക്യാൻഡിലിന് പറയുന്ന പേര് എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിച്ചിട്ടില്ല, പക്ഷേ നിങ്ങളെ ഇതിന് പറയുന്ന പേര് ബെയറിഷ് ഹറാമിയാണെന്ന് തോന്നുന്നു. ഇത് കണ്ടിട്ട് ബെയറിഷ് ഹറാമി, കാരണം ബെയറിഷ് ഹറാമി ആണെന്നുണ്ടെങ്കിൽ ബെയറിഷ് ക്യാൻഡിലിനവിടെ ഒരു ഗ്രീൻ ഇതാണ് ബെയറിഷ് ഹറാമി. ഓക്കെ, പക്ഷേ അത് നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, ഞാനതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നില്ല, പോട്ടെ, വിട്ടുകളാം. അപ്പം നമുക്ക് ഡെയിലി തന്നെ വരാം. വീക്കിലിനേക്കാൾ നല്ലത് നമുക്ക് ഡെയിലി തന്നെ വരാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഡെയിലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ബോക്സ് പാറ്റേൺ ഡെയിലി വൈസിൽ ഒരു ബോക്സ് പാറ്റേൺ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ടായിരുന്നോ? ഞാനത് വരച്ച് കാണിക്കട്ടെ. ഓക്കെ, നമുക്ക് ഇവനെ ഒന്ന് വരയ്ക്കാം. ഡെയിലി വൈസിൽ പണ്ട് നമുക്കൊരു ബോക്സ് പാറ്റേൺ കിട്ടി, അതിൻ്റെ ബെനിഫിറ്റ് എടുത്ത് ധാരാളം ആൾക്കാരുണ്ട് ഇതിനകത്തിൽ. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എത്ര പേരുണ്ട് നല്ലപോലെ ബോക്സ് പാറ്റേൺ വെച്ച് ഒന്ന് പ്രോഫിറ്റ് കൊയ്ത ധാരാളം ആൾക്കാരുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് നോക്കിയാലും നമുക്ക് ഇതും ഒരു ബോക്സ് പാറ്റേൺ ആണ് അല്ലേ? അപ്പം ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഞാൻ വലുതാക്കി കാണിക്കാം. നിങ്ങൾ മൊബൈലിലൊക്കെ കാണുന്നവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും കാണാൻ. ഇത് നോക്കിക്കേ, ഇതൊരു ബോക്സ് പാറ്റേൺ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ശരിക്കൊന്ന് നോക്കിക്കേ, ഇവിടെ പലപ്പോഴും ഇവിടെ വന്ന് റെസിസ്റ്റൻസ് ഫീൽ ചെയ്ത് മാർക്കറ്റ് റിവേഴ്സ് ചെയ്തിട്ടുണ്ട് അല്ലേ?
അതിനുശേഷം ഒരു നല്ല ബുള്ളിഷ് ക്യാൻഡിലോട് കൂടെ മാർക്കറ്റ് ഇതിൽ ഈ ബോക്സിനകത്ത് കയറി. അതിനുശേഷം ഈ ബോക്സിനകത്ത് കയറിയ ശേഷം എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് കൂട്ടിൽ കയറിയതിന് ശേഷം മാർക്കറ്റ് ഈ കൂട്ടിനകത്ത് കിടന്ന് കളിക്കുക ഇല്ലേ? നോക്കിക്കേ, ഈ കൂട്ടിൽ കിടന്ന് കളിക്കുകയാണ്. ഈ കൂട് വിട്ട് പോകുന്നുമില്ല, കൂട് വിട്ട് സാധനം എങ്ങോട്ടും പോകുന്നില്ല ഇല്ലേ? ഈ ബോക്സിൽ കിടന്ന് കളിക്കുക. ഇനി ഇപ്പം നമുക്ക് എന്താ ഇവിടെ നോക്കണ്ടേ? ഇവിടെ നമുക്കിനി എന്താ അറിയണ്ടേ? എപ്പോഴെങ്കിലും ഡേ വൈസിൽ ഈ കൂട് പൊട്ടിക്കണം. ഈ കൂട് പൊട്ടിച്ച ഈ പക്ഷി കൂട്ടിലകപ്പെട്ട നമ്മുടെ നിഫ്റ്റി ഇതിന് പുറത്ത് കടന്നെങ്കിൽ മാത്രമേ ഇനി ഒരു ബുള്ളിഷ് സെറ്റപ്പ് നമുക്ക് ഡെയിലി വൈസിൽ നമുക്ക് ഇതിനകത്തിൽ കാണാൻ പറ്റത്തില്ല. വീക്കിലി വൈസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഒരു ബുള്ളിഷ് സെറ്റപ്പ്, ഒരു ബുള്ളിഷ് മൊമെൻറ്റ് നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? ഈ ബോക്സ് പൊട്ടിച്ച് ഇവൻ വെളിയിൽ ചാടി ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യണം. മനസ്സിലായി പറഞ്ഞേ? കഴിഞ്ഞ ഏകദേശം മെയ് മാസം മുതൽ ഇവൻ ഈ ബോക്സ് പൊട്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം മെയ് ആയി, ജൂണും അവസാനിക്കാൻ പോകുന്നു. കഴിഞ്ഞ 2 മാസം കൊണ്ട് ഇതിനകത്ത് തന്നെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആശാൻ ആടിക്കളിക്കുകയാണ്. മനസ്സിലായി? അപ്പം അതുകൊണ്ട് ഈ ബോക്സ് വേറെ ഒന്നും നോക്കണ്ട. വേറെ നമ്മൾ ട്രെൻഡ് ലൈനൊക്കെ ഉണ്ട്, പക്ഷേ ആ ട്രെൻഡ് ലൈനൊന്നും നമ്മളിപ്പോൾ വരയ്ക്കുന്നില്ല. നമുക്കാകെ ഈ ബോക്സ് പാറ്റേൺ മാത്രം മതി. ഈ ബോക്സ് പാറ്റേണിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഭവം. ഓക്കെ, അപ്പം ഒന്നുകിൽ ഇവൻ മേളി പൊട്ടിച്ച് മേളിൽ ഇതിൻ്റെ മുകളിൽ ക്ലോസിങ് കിട്ടണം. ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു അപ്പ് മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ ഇവൻ ഒന്നുകിൽ വീണ്ടും തിരിച്ച് ഇതേ ലൈനിൽ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എത്രയാണ്? 24,500 റേഞ്ചാണ്. ഈ ബോക്സിൻ്റെ ഇത് 24,500 റേഞ്ചാണ്. ഓക്കെ, ഈ 24,500 ഒന്നുകിൽ തിരിച്ച് കയറണം, ഇല്ലെങ്കിൽ ഇവൻ പൊട്ടണം. ഇവൻ പൊട്ടി താഴെ നിന്നാൽ ഒരു സ്ട്രോങ് ക്യാൻഡിൽ വരണം കേട്ടോ. ഇവിടെ പലപ്പോഴും പൊട്ടി നിന്നെങ്കിലും തിരിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ പൊട്ടി നിന്നെങ്കിലും പിന്നെ വീണ്ടും തിരിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ ഇവിടെ ഒരു സ്ട്രോങ് ബെയറിഷ് ക്യാൻഡിൽ ഫോം ആവണം. ഒരു സ്ട്രോങ് ബെയറിഷ് ക്യാൻഡിൽ ഫോം ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും താഴോട്ട് വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പം ഇവിടെ ഈ ബോക്സിന് താഴെ ഉണ്ടാകുന്ന ഡേ ക്യാൻഡിലിൻ്റെ സ്ട്രെങ്ത് എത്രയാണെന്ന് നോക്കണം. ഡോജി ആണോ, അല്ലെ ചെറിയ ബോഡി ഉള്ളതാണോ, ഹൈ വിക്ക് ഉള്ളതാണോ, അതോ ഫുൾ ബോഡിയാണോ എന്നൊക്കെ നമുക്ക് തിങ്കളാഴ്ച മാത്രമേ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം വീക്കിലി ബേസിസിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം നമുക്കൊരു ഐഡിയ കിട്ടി നമുക്ക് ഈ ബോക്സ് ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രം. വേറെ ഒന്നും ഞാൻ പറയുന്നില്ല, വെരി സിമ്പിൾ. വേറെ നമുക്ക് ട്രെൻഡ് ലൈനൊക്കെ വരയ്ക്കാനുണ്ട്. ഇപ്പോൾ തൽക്കാലം നമുക്ക് ട്രെൻഡ് ലൈനൊന്നും വേണ്ട. ഒരു ട്രെൻഡ് ലൈൻ വേണ്ട, നമുക്ക് ട്രെൻഡ് ലൈൻ ഇപ്പം തൽക്കാലം വേണ്ട. ട്രെൻഡ് ലൈനൊക്കെ അവിടെ നിൽക്കട്ടെ. ഓക്കെ, നമുക്ക് അതിന് ശേഷം ട്രെൻഡ് ലൈൻ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കത്തെ ദിവസങ്ങളിൽ ഞാൻ പ്രീ മാർക്കറ്റ് പറയുമ്പോൾ ഞാൻ അതിനകത്ത് വരച്ചു തരാം. ഓക്കെ, ഇപ്പോൾ തൽക്കാലം നമുക്ക് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഈ ബോക്സാണ്. ഈ ബോക്സ് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കുക. എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു ആ വഴിക്ക് മാർക്കറ്റ് പോകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇപ്പോഴത്തെ നിലവിൽ. പിന്നെ ഇപ്പം നിലവിലത്തെ അവസ്ഥയിൽ ഏകദേശം 100 പോയിൻ്റ് 106 പോയിൻ്റ് എങ്ങാണ്ട് നെഗറ്റീവിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി. ഓക്കെ, ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം 106 പോയിൻ്റ് നെഗറ്റീവിലാണ്. മാർക്കറ്റ് ഞാൻ പറഞ്ഞല്ലോ, മാർക്കറ്റ് ഗ്ലോബൽ ന്യൂസിനനുസരിച്ചായിരിക്കും മാർക്കറ്റ് പോകുന്നത്. നമുക്ക് ലോക്കൽ ക്യൂസ് ഒന്നുമില്ല നമ്മുടെ കയ്യിൽ. ഓക്കെ, നമ്മുടെ മാർക്കറ്റിനെ നയിക്കുന്നത് ഗ്ലോബൽ ന്യൂസാണ്. പ്രത്യേകിച്ച് ഈ വാർത്തയും പ്രശ്നങ്ങളൊക്കെ. അതിനിടയിൽ നമ്മുടെ ട്രംപും പിന്നെ ആസിം മുനീറും തമ്മിൽ ഉള്ള അതൊക്കെ ഒരു വലിയ കൺസേൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്താ സംഭവിക്കുന്നതൊക്കെ അതൊക്കെ ഒരു പക്ഷെങ്കിൽ മാർക്കറ്റ് അതൊക്കെ ഒരു കൺസേൺ ആയിട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി അതിൻ്റെ ഫർദർ ഡെവലപ്മെൻറ്റ് എന്താണ്, ഇനി ട്രംപ് പുതിയ വ്യോമതാവളം പാകിസ്ഥാനിൽ എഴുതി മേടിച്ചോ, അതോ അവിടെ ഒരു പൊളിറ്റിക്കൽ ചേഞ്ചസ് ഉണ്ടാകുമോ എന്നൊക്കെ ഉള്ളത് മാർക്കറ്റ് വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്ന കാര്യമാണ്. അതൊക്കെ നമ്മളെയും കുറച്ചൊക്കെ ബാധിക്കും. ഇപ്പം ട്രംപ് ഇങ്ങനെ മലക്കം മറിയുമെന്ന് നമ്മളാരും അറിഞ്ഞില്ല. അപ്പം മനസ്സിലായാലും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്ന്. ഓക്കെ, ഇനി നമ്മുടെ വിഷയമല്ലത്. അപ്പം മാർക്കറ്റ് ഇതൊക്കെ വളരെ സാഹൂതം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിലവിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് ഗ്ലോബലി. അത്ര പോസിറ്റീവായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ ഏത് നിമിഷം എന്ത് സംഭവിക്കും എന്നുള്ള രീതിയിലാണ്. എനിവേ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. ഇന്നൊരു രാത്രി കൂടെ ഉണ്ട്, നാളെ ഒരു രാത്രി ഉണ്ട്. എങ്കിലും ഞാൻ ഒരു ദിവസം മുന്നേ ചെയ്യും. നിങ്ങൾക്ക് പഠിക്കാനും ഇത് മനസ്സിലാക്കാനും ഒക്കെ ഞാൻ ഒരു ദിവസം മുന്നേ ഞാനിതങ്ങ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഇച്ചിരി നീണ്ടുപോകും, ബട്ട് നിങ്ങൾ വളരെ സമയോചിതമായിട്ട് നിങ്ങളത് കേൾക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്താ വേണം, 5 മിനിറ്റ്സ് ചാറ്റിലോട്ട് നമുക്ക് വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഡെയിലി പറയാം, വീക്കിലി ബേസിസിൽ നമുക്ക് പറയാനുള്ള കാര്യം ഇതാണ്. അടുത്ത ആഴ്ച നമുക്കറിയാം എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുമോ, ഇതിനകത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ സെല്ലേഴ്സ് നല്ലപോലെ കാശുണ്ടാക്കും, ബയേഴ്സിൻ്റെ കാശ് മുഴുവൻ പോവും. ഇല്ലെങ്കിൽ ന്യായം പാലിക്കുന്നവർക്ക് കാശ് കിട്ടും. അല്ല, കാത്തിരുന്ന് കൊലയോട് കൊണ്ടുപോകാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്ക്
മാക്കു ഫൈദ എന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു ഗുണവും ഇല്ലയെന്ന്. ഓക്കെ, അപ്പം നമുക്കിനിയും 5 മിനിറ്റിൻ്റെ ചാർട്ടിലോട്ട് ഇൻട്രാഡേ നമുക്ക് നോക്കാം എന്താ സംഭവിച്ചത്. ഇൻട്രാഡേ അപ്പം നമ്മുടെ ബോക്സ് അതിനകത്ത് കിടപ്പുണ്ട്. ഇൻട്രാഡേയിൽ പറഞ്ഞ പോലെ തന്നെ ഇൻട്രാഡേയിൽ നമുക്ക് ഈ ബോക്സ് നമ്മുടെ ബോക്സ് ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ബോക്സ് ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഫർദർ മൂവ് ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹൈ വരയ്ക്കണം അല്ലേ. ഹൈ വരയ്ക്കണമെങ്കിൽ നമുക്കൊരു 45 മിനിറ്റ്സിൽ ചാർട്ടിലോട്ട് പോവാം. അവിടെ വല്ലതും കിട്ടുമോ നോക്കാം. പുറകോട്ട് കുറേ പോകണമെന്ന് തോന്നുന്നില്ലേ. ഓക്കെ, അപ്പം നമുക്കൊരു 2 hour ചാർട്ട് നോക്കാം. 2 hour ചാർട്ട് നോക്കി വല്ലതും കിട്ടുമോ നോക്കാം. 2 hour ചാർട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയാനുള്ളത്, ഇതൊക്കെ ഞാൻ വരയ്ക്കാൻ നിങ്ങളെ പഠിപ്പിക്കാം കേട്ടോ. ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത് ഒരു ക്ലാസ് വെക്കുന്നുണ്ട്, എൻ്റെ വര എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നും ഒരു ട്രേഡിംഗ് വ്യൂവിൻ്റെ ഒരു ബേസിക് ക്ലാസ്സും എല്ലാം കൂടെ ചേർത്ത് ഞാനൊരു ക്ലാസ് വെക്കുന്നുണ്ട്. ഓക്കെ, തൽക്കാലം നമുക്ക് ഇവനെ ഇങ്ങനെ വരയ്ക്കാം ഒരെണ്ണം. ഓക്കെ, ഒരു ടാർഗറ്റ് അതാണ്. രണ്ടാമത്തേത് ഇതാ ഇത് 25,478. തൽക്കാലം ഞാൻ അത്രേ വരയ്ക്കുന്നുള്ളൂ. ഓക്കെ, 478 നോക്കിക്കോട്ടെ, ഇവിടുത്തെ അന്തരീക്ഷം നോക്കിക്കോട്ടെ. ഒരെണ്ണം കൂടെ വരച്ചേക്കാം. ഇത് കിട്ടിക്കട്ടെ, 614 അത്രയും മതി. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, വേണം വരച്ചിട്ടേക്കാം. ഇവിടെ വേണമെങ്കിൽ വരച്ചിട്ടോ ഈ ഒരു സാധനം. ഓക്കെ, തൽക്കാലം അത്രയും മതി, അത്ര നിൽക്കട്ടെ. ഓക്കെ, മുകളിലോട്ടുള്ളത് ചെറിയ ചെറിയ ടാർജറ്റുകളാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ മേളിലോട്ടുള്ള കാര്യങ്ങളായല്ലോ. ഇനി നമുക്ക് താഴോട്ടുള്ളത് നോക്കാം. താഴോട്ടുള്ളത് നോക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഒരു ചെറിയ റേഞ്ച് എന്ന് പറയുന്നത്. ഇതൊരു റേഞ്ച് ആയിരുന്നു, പക്ഷെങ്കിൽ ഇത് വേണ്ട. നമുക്ക് വരയ്ക്കാനുള്ളത് കണ്ടിതാ ഈ സാധനം. ഓക്കെ, ഇതാണ് ഒരു മെയിൻ റേഞ്ച്. രണ്ടാമത്തേത് ഈ സാധനം 25. വലിയ പ്രയോജനമൊന്നും ഇല്ലെങ്കിലും ഇത് ശരിക്കും നമ്മളെ സപ്പോർട്ട് എടുത്ത സാധനം. ഓക്കെ, അത് 2 ഇൻട്രാഡേ ആണ്. ഇതൊരു മെയിൻ സാധനം. ഇതൊരു മെയിൻ വരെയാണ്. ഇതും ഒരു മെയിൻ സപ്പോർട്ടാണ്. ഇത് ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനിയും കൂടുതൽ വരയ്ക്കാനില്ല. 24,900, 25,32, 24,962. അത് കഴിഞ്ഞാൽ പിന്നെ 24,834. ഇതിനിടയ്ക്ക് ഇടത്താവളം വരയ്ക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ശരിയല്ല. ഇപ്പോൾ ഒന്നും അത്ര സുഖമല്ല, അതൊരു സുഖമില്ലാത്ത വരയാണ്. വേണേ വരയ്ക്കാം ഒരെണ്ണം, പക്ഷെ അത്ര വലിയ ഗുണമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചുമ്മാ അല്ല വരയല്ല വരച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. പക്ഷെങ്കിൽ ഒരു മിനിറ്റ്, $91. ഓക്കെ, അവിടെ കിടക്കട്ടെ, സാരമില്ല. ഓക്കെ, 24,747. പിന്നെ നമ്മുടെ വീണ് കഴിഞ്ഞാൽ നമ്മുടെ ബോക്സാണ്. ബോക്സിന് താഴെ ഓക്കെ, ഇനി ധാരാളം റെസിസ്റ്റൻസുകൾ സപ്പോർട്ടുകൾ ഇവിടത്തിലുണ്ട്. പൊട്ടി വീണാൽ ഇങ്ങ് വീഴും. ഓക്കെ, ഇത്ര നിൽക്കട്ടെ, ഇത്ര മതി. ഇനി കൂടുതലും ഉണ്ടാകും. അധികം കിഴക്കോട്ട് പോയ കുന്നും പോലെയോ. ഒത്തിരി താഴോട്ട് വരച്ചല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയും മതി. ഇത് നമ്മുടെ ബോക്സാണ്. ഈ മഞ്ഞ കാണുന്ന നമ്മുടെ ബോക്സാണ്. അതിനകത്ത് എന്ത് സംഭവിക്കുന്നുള്ളത് നോക്കുക.
അപ്പം മാർക്കറ്റ് ഈ മുകളിലോട്ടൊന്നും ഇല്ല. ഇതിന് മുകളിലോട്ട് പോയെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ വേണമെങ്കിൽ ചെറിയൊരു വരയിട്ട് വെച്ചേക്കാം. പക്ഷേ ഇതിന് ഈ ഹൈക്ക് ഒരു ബ്ലൂ കളർ ഇട്ടേക്കാം. ഇതും ബ്ലൂ കളർ ഇട്ടേക്കാം. ഓക്കെ, ഇതിനകത്ത് റേഞ്ച് എങ്ങോട്ട് ഓപ്പൺ ചെയ്ത് നോക്കുക, അതിനനുസരിച്ച് പോവുക. ഓക്കെ, അപ്പോൾ എല്ലാം ക്ലിയർ ആയല്ലോ? വര ഒക്കെ കാണുന്നുണ്ടല്ലോ നിങ്ങൾ? നോക്കിക്കോ, വരച്ചിടാനുള്ളവരൊക്കെ നിങ്ങൾ ശരിക്കും നോക്കിക്കോ കേട്ടോ. നോക്കി സൂം ചെയ്തിട്ട് നിങ്ങൾ വരച്ചിടുക. ഓക്കെ, അപ്പം അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വരകളൊന്നും ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. മൊത്തത്തിലങ്ങ് കൺജസ്റ്റഡ് അല്ലേ? നമുക്ക് കളഞ്ഞേക്കല്ല, വേണ്ട. നമുക്ക് പുതിയ വര വരയ്ക്കാൻ ഇതാ ഇത്. ഒന്നും പറയാനില്ല, ഈ സാധനം ഒന്നേ. ഓക്കെ, ഇതാണ് ഇതെൻ്റെ രണ്ടാമത്തെ വര. ഇതിനകത്തില്ലേ ഒരു കാര്യം പറയാനുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇത് നല്ല നല്ല അടിപൊളി വരയാണ് കേട്ടോ. ഇത് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് വേറൊരു വര വരയ്ക്കാം. ഈ സാധനം നല്ല വരയാണ്. ഓക്കെ, അതിനുശേഷം ബാങ്ക് നിഫ്റ്റിയിൽ ഇതൊരു വരയാണ്. അതിനുശേഷം ഇതൊരു വരയാണ്. ഇപ്പോൾ 50 മിനിറ്റ്സിലോട്ട് മാറ്റി നോക്കാം. ഇതൊരു വരയാണ്. 35,061. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്കിങ്ങനെ പറ്റൂ. ഇതാണ് മേജർ. അടുത്ത മേജർ അതാണ്ട് ഇതാണ്. ഇത്ര മതി. ഇതെങ്ങനെയൊക്കെയാണ് വരയ്ക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് വരയ്ക്കുന്നത്. ഇത്രയേ ഉള്ളൂ പറയാൻ. എൻ്റെ ഹൈ ഇതാണ്. ഓക്കെ, ഇതിൻ്റെ അടുത്തൊരു ലൈൻ ഇതാണ്. ഓക്കെ, ഓക്കെ. അപ്പോൾ തൽക്കാലം ഇപ്പോൾ അത്രയും ലൈൻ മതി. ഓക്കെ, 5 മിനിറ്റിൽ ചാർട്ട് റീസെറ്റ് ചെയ്തു. ഇത് നോക്കുക എങ്ങോട്ട് ബ്രേക്ക് ആകുന്നെന്ന് വരച്ചിട്ടിട്ടുണ്ട് ഞാൻ. ഇത് നോക്കിക്കോ. നിങ്ങൾ വര 57,031, 56,453, 56,216, 56,004, 55,589, 55,366, 55,061, 54,595, 54,207. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെ, എപ്പോഴും പറയുന്ന പോലെ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു അങ്ങോട്ട് നോക്കിയിട്ട് പ്രൈസ് ആക്ഷൻ പ്രയോഗം ചെയ്യുക. മിഡ് ക്യാപ്പിനകത്തിൽ ഭയങ്കര ഡെവലപ്മെൻ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഈ മിഡ് ക്യാപ്പ് ഒന്നും മാറ്റാനൊന്നുമില്ല. നല്ല വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് നമ്മൾ സപ്പോർട്ട് എടുത്ത് നേരെ തിരിച്ചു പോയി. നമ്മുടെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തെങ്കിലും നേരെ തിരിച്ച് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് അടിപൊളിയായിട്ട് റീടെസ്റ്റ് എടുത്ത് നേരെ തിരിച്ച് പോയി. അപ്പം ഇതിനകത്തൊരു മാറ്റങ്ങളൊന്നുമില്ല. മിഡ് ക്യാപ്പ് അങ്ങനെ തന്നെ നിന്നോട്ടെ, ഒരു മാറ്റങ്ങളും ഇല്ല. എങ്ങോട്ട് പോകുന്നു ആ വഴിക്ക് നിങ്ങൾ ട്രേഡ് എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പലരും മിഡ് ക്യാപ്പിനകത്ത് ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ ലെവലുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കാരണം നോക്കി, നമ്മുടെ ലെവലുകളൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്ത് നമ്മുടെ ഈ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്തതിന് ശേഷം വീണ്ടും വന്ന് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയി വീണ്ടും തിരിച്ച് കയറി. ഓക്കെ, അപ്പം നോക്കുക നിങ്ങൾ. നമ്മൾ എപ്പോഴും പറയേണ്ട കാര്യമില്ല, പറഞ്ഞ് വെറുതെ ബോറടിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പം എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ ഇന്നത്തെ ഇത് കണ്ടതിന് ശേഷം വളരെ നിർബന്ധമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്താണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഫീൽ ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. അടുത്ത ആഴ്ച പ്രവാസികൾക്ക് വേണ്ടി ഞാനൊരു ഓപ്ഷൻ ബൈൻ്റെ ക്ലാസ് ഓൺലൈൻ വെക്കുന്നുണ്ട്. കാരണം അടുത്ത വ്യാഴാഴ്ച നമുക്ക് ഹോളിഡേ ആണ് ഇവിടെ. ഞങ്ങൾക്ക് ഗൾഫിൽ ഹോളിഡേ ആണ്.
അപ്പോൾ വ്യാഴാഴ്ച ഹോളിഡേ ആണ്. വെള്ളിയാഴ്ച അപ്പോൾ എല്ലാവർക്കും ഫ്രീ ആയിരിക്കും. അപ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു ക്ലാസ് വെക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഞാൻ പറയാം, ഗ്രൂപ്പിൽ ഞാൻ പറയാം. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്നെ ഒന്ന് പേഴ്സണലായിട്ടൊന്ന് മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ അനുസരിച്ച് നമുക്കതെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്യാം. ഓക്കെ, ഞാൻ ഗ്രൂപ്പിൽ പറയാം. അപ്പം എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.